നീ ഇനി അതൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ആ കൗൺസിലർ റീത്തിയോട് ഒന്നിന്ന് ചോദിക്കാൻ പറ. എന്താണ് മഹർഷി, അങ്ങനെ വല്ലതും നടക്കുന്ന റീസർച്ച് നേരത്തെ തന്നെ ചോദിക്കില്ലേ? അതിന് ലേറ്റ് ആയിട്ടൊന്നുമില്ല. നീ റീത്തിയോടൊന്നും നീ ചോദിക്കാൻ പറ. അത് നടക്കും. അത് നടക്കും ഭീമ. നീയും ടാർസൂസും അച്ഛനും കൂടെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കാനാ ഭീമ? എന്റെ പൊന്നു ചേച്ചി, ഇങ്ങനെ ഡാർക്ക് അടിക്കല്ലേ. നമ്മൾ ഇത്രയും പണിയെടുത്തത് ചേച്ചി കൗൺസിലർ അടിക്കുമ്പോ ഈ കാര്യങ്ങളൊക്കെ നടത്താനല്ലേ? ആ ലഡു എനിക്ക് ഇഷ്ടമായി ഭീമ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇതിവിടെ ഡോക്ടർക്ക് 20 ലക്ഷം രൂപ പോണ കാര്യോ? എനിക്ക് തോന്നുന്ന കൊസ്റ്റപ്പാണ് നമുക്ക് അവിടെ ഇട്ട് പണിയുന്നത്. എടാ, അവന്റെ ഒരു നാറിയാണെന്ന് നിനക്ക് അറിയാലോ. ഇതിലും ചീഞ്ഞ കളി അവൻ ചെയ്യുള്ളൂ. എന്തായാലും ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കാം. പക്ഷേ നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട കേട്ടോ. എന്റെ ചേച്ചി അങ്ങോട്ട് പോയിക്കോ. ഡണ്ണാണ് സംഭവം കേട്ടോ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. വഴി വെട്ടി ഡോക്ടറുടെ വീടിന്റെ മതിൽ വരെ എത്തിക്കഴിഞ്ഞാ ഡോക്ടർക്ക് അത് കണ്ടു ബോധ്യപ്പെടുമല്ലോ. ഹലോ റീത്ത. ഹായ്. അല്ലാതെ ഡോക്ടറുടെ അനുവാദം ഇല്ലാണ്ട് അത് പൊളിച്ചു കളയെന്നൊക്കെ പറയുന്നത് ചിലരുടെയൊക്കെ വെറും തെറ്റിദ്ധരിപ്പിക്കല. ഡോക്ടർ അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. പൊളിറ്റിക്കൽ വർക്ക്സ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നന്നായി പോകുന്നു. ഓക്കെ, ക്യാരി. അവര് കാണും. എടാ, ഞാൻ ആ വഴിയുടെ കാര്യം പറയാൻ വന്നല്ലേ. നീ ഒന്ന് മനസ്സ് വെച്ച് ഇവിടെ വഴി വരും. പാവങ്ങളാടാ, പ്ലീസ്. ശരി, പക്ഷെ ഒരു കാര്യം, ആ മതിൽ പൊളിച്ചാൽ അത് തിരിച്ച് പണി തരണം. അമ്മ ഇവിടെ തന്നെ സേഫ് ആയിരിക്കണം. ശരിയാക്കാം. ഓക്കെ, നീ പറയുന്നത് നമുക്ക് കാണാലോ, നീ ഇവിടെ ഉണ്ടല്ലോ. എന്തേലും കഴിച്ചോണ്ട് സംസാരിക്കാം. നിങ്ങക്കേ ആ റീത്തെ കാണുമ്പോ എന്താ തോന്നുന്നേ? അതെ, ആലപ്പുഴ നിന്റെ ആ പഴയ പള്ളിപ്പാട്ടുകാരനല്ലേ, നിനക്ക് അവനെ കാണുമ്പോ എന്നാ തോന്നുന്നത്? അതെനിക്കും തോന്നുള്ളൂ. അവന്മാരെ വഴി വെട്ടി വെട്ടി നമ്മുടെ പറമ്പിന്റെ അവിടം വരെ എത്താറായി. നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നിട്ടേ ആ പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറ. അതെന്നെ പരിപാടി പറയണോ? ചേട്ടായല്ലേ അമ്മമാർക്ക് സ്ഥലം വെറുതെ കൊടുത്തത്? എടാ, ഒരു കാര്യം ചെയ്യുമ്പോ നാട്ടുകാർക്കും ഗുണം വേണം, നമുക്കും ഗുണം വേണം. അന്ന് ചെയ്തത് അവർക്ക് ഗുണമുള്ള കാര്യം, ഇന്ന് ചെയ്യാൻ പോണതേ നമുക്ക് ഗുണമുള്ള കാര്യം. നീ പോയിട്ടേ പ്ലാനില് പണി അങ്ങോട്ട് നിർത്തി വെച്ചേക്കാൻ പറ. ചെല്ലടാ. അതങ്ങോട്ട് കൊടുത്തൂടെ? വെറുതെ കിടക്കണ സ്ഥലല്ലേ. വെറുതെ നിൽക്കുന്നതുമായിട്ട് പലതും ഉണ്ട് ഈ വീട്ടില്. അതൊക്കെ കൂടി എടുത്ത് നാട്ടുകാർക്ക് വിരകാൻ കൊടുക്കാൻ പറ്റുമോ? ഒരു വൃത്തിയില്ലാത്ത കല്ലല്ലേ? സെക്കൻഡ് ക്വാളിറ്റി. അതാ. അതെ, പണിയൊക്കെ നിർത്തിക്കേ. നിർത്ത പണി നിർത്താനോ? എന്താ ഭീമ, മനസ്സിലായില്ല? വെറുതെ പണിയെടുത്ത് പൈസ കളയാനൊക്കെ കണ്ട. എന്റെ ചേട്ടനോട് സംസാരിച്ചാണല്ലോ, പുള്ളിയൊക്കെ ആണല്ലോ. അങ്ങേരങ്ങനെ പലതും പറയും, അവിടെ ഞാൻ ചോദിച്ചാൽ മതി. ഇതിപ്പോ സൈമൺ ഡോക്ടറിന്റെ സ്ഥലമാണല്ലോ, മതിൽ കെട്ടിക്കൊടുക്കാതെ ഞങ്ങൾ പറയുകയും ചെയ്തു. ആ പണി നടക്കട്ടെ, ഇവരെ കൊണ്ട് നീ പണിയും നിർത്തിക്കണ്ട. ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കേറണ്ടെന്നാ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഓംബ്ര. എന്താടാ നിങ്ങളൊക്കെ കൊസ്തേപ്പിനോട് ക്ഷമിക്കണോടാ. നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ ദേ കയറി വന്നിരിക്കും അളിയനും അനിയനും പെങ്ങന്മാരും ഒക്കെ കൂടെ. അവർക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട്. സംഭവം സത്യമാണ്, പക്ഷെ നമ്മുടെ ഇടയിൽ എന്റെയും നിന്റെന്നൊക്കെ ഉണ്ടോ ഭീമ? ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ല. ചേട്ടാ, കച്ചിട്ടൊക്കെ എല്ലാവരും തൊപ്പിട്ട് മേടിച്ച് ഡോക്ടർ മതിലും പൊളിച്ചു കെട്ടി. പിന്നെ ഇമാതിരി വർത്താനം പറഞ്ഞാൽ എങ്ങനെ? ഭീമ, നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? ചാവാൻ കിടക്കണ ഡാഡി വരെ പറഞ്ഞു, ഇതുവരെ നടന്നു പോയമാരൊക്കെ അങ്ങനെ തന്നെ പോയാൽ മതി. നടക്കണോ കിടക്കണോന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ അതെ, സ്ഥലം തരാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നം തീർന്നല്ലോ, നിങ്ങൾ പൊക്കോ. ഇത് എന്ത് വർത്തമാന അവസ്ഥപ്പെട്ടാ? പിന്നെ ഞങ്ങൾ എന്താ പറയേണ്ടത് സഞ്ജീവേ? അവിടെയാണ് ഈ സെന്റിന് 5 ലക്ഷം രൂപ വിലയുണ്ട്. അവിടെ നിങ്ങൾക്ക് 1.5 സെന്റ് വെറുതെ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ലോണോ? നാട്ടിളപ്പൊക്കെ ഇല്ലേ ഭീമ? ഇതേ കണ്ടില്ലേ ഭീമ? ഇതാണ് ഇവിടുത്തെ അംഗം. ഞാൻ എന്ത് ചെയ്യാനാണ് ഭീമ? നിങ്ങൾ പറ.
വാ പോവാം. ആ നടക്ക്. മലക്കം മറിഞ്ഞുണ്ടോ? അതായാലും നന്നായി പോയി കേട്ടോ